എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതോടെ പശ്ചിമേഷ്യയാകെ അസമാധാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളിലുമായി നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഉള്ള നിരപരാധികൾ. ഇത്തരുണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലവിധ ചർച്ചകളാണ് നടക്കുന്നത്. ഇറാനെ അനുകൂലിച്ചും ഇറാനെ എതിർത്തും ഇസ്രായേലിനെ വിമർശിച്ചും അനുകൂലിച്ചും പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. ലോകത്തെന്തൊരു സംഭവങ്ങൾ ഉണ്ടായാലും ഇങ്ങനെ ചർച്ചകൾ നടക്കും, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും, സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാണ്. അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇസ്രയേലും നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സൗഹൃദ രാഷ്ട്രമാണ് ഇസ്രയേൽ. അതേപോലെ തന്നെ ഇറാനും നമ്മളുമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും ഇസ്ലാമിക മതനേതാവാണ് ആ രാജ്യം നിയന്ത്രിക്കുന്നത് എങ്കിലും അവർ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ട് നമുക്കെതിരായിട്ട് ഇതുവരെ പ്രവർത്തിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അടുത്ത കാലത്ത് തന്നെ പാകിസ്ഥാനുമായിട്ടും ഒരു വിഷയം ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അത് ഒരു സൈനിക നടപടിയായിരുന്നു. പാകിസ്ഥാന് വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സൈനിക നടപടി തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അന്നും ഇസ്ലാമിക രാഷ്ട്രമായിട്ടുകൂടി ഇറാൻ പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിക്കാതിരുന്നത് നമ്മൾ മറന്നുകൂടാ, അത് കാണാതിരിക്കരുത്. അതേപോലെ തന്നെ ഈ അവിടുത്തെ തുറമുഖമായ ചബാഹർ തുറമുഖം, അതിൻ്റെ ഈ നിയന്ത്രണവും എല്ലാം നടത്തുന്നത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. നമ്മൾക്ക് ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു തുറമുഖമായതിനാൽ നമ്മളും അത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്താണ് അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാക്കിയത്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രധാന ശത്രുരാജ്യമായ ചൈന ഇടിച്ചു കയറുമ്പോൾ, ശ്രീലങ്ക തന്നെ അറിയാം, അവിടുത്തെ തുറമുഖം നമ്മളോട് ചേർന്ന് നടക്കുന്ന രാജ്യമായിട്ട് പോലും അത് ചൈനയാണ് നിയന്ത്രിക്കുന്നത്. അതേപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനും ചൈനയുമായിട്ട് നല്ല ബന്ധമായിട്ടുകൂടി അവരുടെ തുറമുഖം പോലും അതിൻ്റെ ഓപ്പറേഷൻസ് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇറാൻ നമ്മളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളായ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ രണ്ട് പക്ഷത്തും നിൽക്കാതെ, ഒരു പക്ഷവും പിടിക്കാതെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ നമുക്ക് ഇതിനകത്ത് ഇടപെടാം എന്നുള്ള കാര്യമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ രീതിയിലല്ലേ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം. അത് ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് മൊത്തവും ഇറാന്റെ സഹായമുള്ള ഹൂത്തികള്, ഹിസ്ബുള്ള, പിന്നെ ഹമാസ്, ഇവരൊക്കെയാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി, ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടി
നമ്മൾക്ക് ഏത് രീതിയിൽ ഇടപെടാം എന്നുള്ളതിനെ കുറിച്ചല്ലേ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. കാരണം ഇറാൻ ഇസ്ലാമിക രാജ്യമാണെങ്കിലും പാകിസ്ഥാനെ പോലെ നമ്മൾക്ക് എതിരായിട്ട് നമ്മുടെ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം നടക്കുന്നവരെ അവർ സഹായിക്കുന്നതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അവരതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. കാശ്മീർ പ്രശ്നമാകട്ടെ, മറ്റെന്ത് പ്രശ്നമാകട്ടെ, നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അവർ ഇടപെടാറില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ആ നല്ല ബന്ധങ്ങൾ, ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടുള്ള ആ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നമ്മൾ മുൻകൈ എടുക്കേണ്ട സമയം ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു യുദ്ധം ഉണ്ടായാൽ, നമ്മൾ തന്നെ പാകിസ്ഥാനെ ആക്രമിച്ചെങ്കിലും നമ്മൾ അതൊരു യുദ്ധത്തിലേക്ക് നമ്മൾ വഴിതിരിച്ചുവിടാൻ നമ്മൾ ശ്രമിച്ചില്ല. പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും നമ്മളതിന് തയ്യാറായില്ല. നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധ പുരകളും മിസൈല് അയച്ച് നശിപ്പിച്ചത്. ഇതെന്തുകൊണ്ട് ആണെന്ന് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയാൽ അത് അവർക്ക് തന്നെയല്ല, അവർക്ക് സർവനാശം ഉണ്ടാകുമെങ്കിലും നമുക്കും വളരെയേറെ സാമ്പത്തികമായും മറ്റു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ സാധാരണ ജനങ്ങൾ കുറച്ചു പേരെങ്കിലും അതിൽ നിന്ന് വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇറാനിലും ഇറാഖിലും പരസ്പരമുള്ള ആക്രമണങ്ങളിൽ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ എത്രമാത്രം വർഷങ്ങൾ എടുക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. വർഷങ്ങൾ എടുക്കുന്നത് തന്നെയുമല്ല, സാമ്പത്തികമായും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന ആ ക്ഷതം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ക്ഷതം ബാധിക്കുക ഇരു രാജ്യങ്ങളിലുമുള്ള സാധാരണ ജനങ്ങളെയാണ്. നേതാക്കന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ സാധാരണക്കാർ ഒരിക്കലും ഈ തീവ്രവാദത്തെയോ അതേപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെയോ പിന്തുണയ്ക്കുകയോ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നവരോ അല്ലെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ആ ഒരു നല്ല ബന്ധം ഉപയോഗിച്ച് നമ്മൾ ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തന്നെ പറയുന്നുണ്ട്, ഭാരതം വിശ്വഗുരുവാണെന്ന് പറയുന്നുണ്ട്. ഭാരതം ലോകത്തിന് എല്ലാം വെളിച്ചം നൽകാൻ തക്ക ആത്മീയമായും എല്ലാം കഴിവുള്ള ഒരു രാജ്യമാണെന്നും നമ്മൾ പറയുന്നുണ്ട്. അതാണ് സത്യവും. അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു സ്ഥാനം ഉപയോഗിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ലോകത്ത് എല്ലായിടത്തും ശാശ്വത സമാധാനം വളർത്തുന്നതിനായി നമ്മളുടെ പരിശ്രമമുണ്ടാകണം. അങ്ങനെയുള്ള ശ്രമത്തിലൂടെ നമ്മൾ ലോകത്ത് ശാന്തിയും സമാധാനവും സ്നേഹവും പരത്താൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഭാരതത്തിന് കൂടുതൽ യശസ് നൽകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുകൂടാ. ഈ ഒരു കാര്യം പലർക്കും ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ യുദ്ധത്തിൽ പൂർണ്ണമായും ഇറാന്റെ പക്ഷത്ത് നിന്ന്, ഇസ്രയേലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇറാനെ വിമർശിക്കുന്നതിനായിട്ട് ഉള്ള ഒരു അവസരമായിട്ടാണ് പലരും ഇപ്പോഴത്തെ ഈ സാഹചര്യം, യുദ്ധം വിനിയോഗിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളതും അതാണ് യാഥാർത്ഥ്യവും.
ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.